ദീപം 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 ചേരണേ മുകുന്ദ രാമ പായിമ രാമ 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 പായിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പായിമ രാമ 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 പായിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പായിമ രാമ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ. ഡിയേ കൊറച്ചു നേരം ഈ ഇന്നത്ത് കളിപ്പിക്കണം കേട്ടോ. കേറണില്ല. കേറടി. നിന്നെ വല്ല നായ്ക്കളും പിടിച്ചുകൊണ്ട് പോകും. ഇങ്ങോട്ട് പോ സുന്ദരി. പോ എന്റെ പപ്പൂനെ കൂടെ അഴിച്ചു വിട്ടാടല്ലോ. നീ ഇപ്പൊ കൂട്ടിലൊക്കെയാണ് കേറും. ഇത്തരണം കൂട്ട് കയറി ഇവിളിട്ട് കളിപ്പിക്കുക. ഓ ഇരുട്ടാവണ് കണ്ടോ. പോ പപ്പി. പിടിക്കണ പപ്പി. നമ്മള് നമ്മുടെ ഒരു വൈകുന്നേര വിശേഷം എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ കുട്ടികളിലും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇന്ന് അമ്മൂട്ടിക്കൊക്കെ പരീക്ഷ ഉള്ളത് കൊണ്ട് രാവിലെ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അവളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഏട്ടനാണോ എന്ന് വെച്ചാൽ പണി മാറ്റി വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉള്ള സമയത്ത് പണിക്ക് പോകാതെ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുന്നതിന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ കൊറേ നേരം നമ്മളിന്ന് കോഴിയുടെ പിന്നാലെ ഓടിയിട്ടോ. ഇതിൽ നേരത്തെ നമ്മൾ വീഡിയോ എടുക്കേണ്ടതാണ്. പക്ഷെ നമ്മുടെ കോഴി നമുക്ക് പണി തന്നു. ഇന്നലെ അതേപോലെ തന്നെ കോഴീനെ കാണാനില്ല. കോഴി 2 കുട്ടികളും ഉണ്ട്. ആ കുട്ടികളെയും കാണാനില്ല. എന്നിട്ട് നമ്മള് 8:30 9 മണി വരെ ഈ വീട് പറഞ്ഞ ഉള്ളിലല്ല പുറം മൊത്തം തെരഞ്ഞ് ലാസ്റ്റ് നമ്മളിവിടെ പട്ട കൂട്ടി വെച്ചിട്ടുണ്ട്. പട്ടയുടെ അടിയിലുണ്ട് കോഴികളും കുട്ടികളും നിൽക്കണു. ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ കുത്തുകയാണേ. കൊത്തുമ്പോഴല്ലേ അവരുടെ സൗണ്ട് വെക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. എന്നിട്ട് പിന്നെ തെരഞ്ഞോട്ടോ. അപ്പൊ ഇന്ന് നേരത്തെ നോക്കിയപ്പോ അവള് മരക്കൊമ്പൊക്കെ തേടിയിരിക്കുകയാണേ. മരക്കൊമ്പിലിരിക്ക. വല്ല നായ്ക്കള് പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം നമ്മൾ നോക്കിയത് ഫലമില്ലാതെയാവില്ലേ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മുണ്ണിയേ എന്താ തൊള്ളവിളി കൂട്ടുന്നു? ഇന്ന് അമ്മു ജ്യൂസ് അടിക്കാന്നൊക്കെ പറഞ്ഞതാണ്. അമ്മൂനെ കാണാനുമില്ല. അമ്മോ അച്ചോ രാത്രിയാണോ ജ്യൂസ് അല്ല? എന്താ രാത്രി ജ്യൂസ് അടിക്കുന്നത്? അമ്മ ഒന്ന് നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ അമ്മൂന്റെ കൊറേ ഇല്ലേ പറയുന്നു കുക്കിംഗ് വീഡിയോ എടുക്കാന്ന്. നട്ടപ്പാതിരിക്കാണോ ജ്യൂസ് അടിച്ച് കയറ്റുന്നത്? ചുട്ടിട്ട് വയ്യ. രാത്രി ചോറുണ്ണാണ്ട് ജ്യൂസ് കുടിക്കുക നല്ലത്. അപ്പൊ എന്നാ ഏട്ടാ തുടങ്ങുന്ന ആരാ? എന്താണ് ആരടിക്കുന്നത്? അമ്മൂട്ടി. അടി കാപ്പേര കൂട്ടമണിയാണല്ലേ? കഴുകി എന്താ വേഗം തുടങ്ങുന്ന. ശരി, ഇത്ര നേരങ്ങളൊന്നും തുടങ്ങാണ്ട് പിന്നെ കാത്തിങ്ങനെ ഇരിക്കേണ്ട കാര്യം. ഏട്ടനെ കാത്തിരുന്നൊന്നല്ല, കുഞ്ഞിനും കുഞ്ഞുണ്ണിക്ക് ചോറ് വേണം പറഞ്ഞിട്ട് പപ്പടം കാച്ചിട്ട് അവർക്ക് ചോറ് കൊടുത്തു. ഇവിടെങ്കിലും കഴിഞ്ഞു കുഞ്ഞാ. അതിന്റെ ഉഷാറൊന്നും എന്റെ മുഖത്ത് കാണാനില്ല. അമ്മ മാറിയത് കഴുകി എടുത്തു കേട്ടോ. അത് എന്താ മൂച്ചിലല്ലേ കൊണ്ട് എന്തുണ്ടാക്കാൻ പോണു? എന്തെങ്കിലും കാണിച്ചു കൊടുക്ക്. മൂച്ചിലല്ലേ കൊണ്ടോ? നീ വേറെന്തെങ്കിലും ഉണ്ടാക്കും. മൂച്ചിലല്ലേ കൊണ്ടൊക്കെ എന്താ ജ്യൂസ് ഉണ്ടാക്കണം? മൂച്ചിലല്ലേ പ്ലാവിന്റെ ഇലയെ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കാൻ പോണു. നീ വീഡിയോ എടുക്കണോ? മൂച്ചിലല്ലേ കൊണ്ടൊക്കെ എടുക്കുന്ന പൊടിച്ചിട്. ഓഹോ, ഈ വര വേണ്ട. വരേ ഏതാ വര? ഇതാണ് വര. ആണ് മാറ്റി കളഞ്ഞ വന്നാലേ വരയൊക്കെ ആണെങ്കിൽ എന്താ മുട്ടിയെ അതാണ് എന്റെ കുട്ട കുക്കിങ്. അങ്ങനത്തെ കുക്കിംഗ് ആണ്. പൊട്ടും പൊടികളൊക്കെ ചെയ്തൊക്കെ
ചെയ്ത് നോക്കാത്തതാണ്. അമ്മുട്ടി എന്താ ഓരോന്നില്ലേ ഉരുളക്കിഴങ്ങൊക്കെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അവള് ആദ്യം എന്താ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് എന്നിട്ട് പിന്നെ അതില് മസാലയൊക്കെ തിരുമ്പി അവള് വറക്കും. എന്താ അവൾക്കൊരു അടുപ്പും നാരങ്ങ നീരോടെ സൗകര്യം വേണ്ട. അമ്മോ നേരെ ചെയ്തോ. നിന്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്താ എങ്ങനെ പറയാ അപർണേ നീ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തൂലേ ഇതൊക്കെ ചോദിക്കോ. വെള്ളം വേണ്ടേ? എന്റെ കുട്ടിയുടെ കൈപ്പുണ്യം ഇങ്ങട് കാണട്ടെ. എടുത്ത് ചാടി ഓടി വരട്ടെ ഇങ്ങട്. കുരുടുത്ത് കളയാം കേട്ടോ. അതെ ആരെടുത്ത് കളയാ? ഇല്ലല്ലേ? അല്ല എടുത്ത് കളയട്ടോന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു അതിലിപ്പോ ആരെങ്കിലും എന്താ കുഞ്ഞത് അത് കേട് തല്ലടാ. എനിക്ക് നാളെ വേറെ ഐറ്റം ഇത് ഇതാക്കളാ. അതെ അതെ ശംഖുഷ്പം കൊണ്ട്. ഓ റോസാപ്പൂ ഇട്ട റോസാപ്പൂ വെള്ളട്ടോ കൊറച്ചെടുത്തുള്ളൂ ടൈപ്പ്. എന്ത് കുറച്ചെടുത്തിട്ടുണ്ടെന്ന്? നാരങ്ങ നീരേ ഒരു സ്പൂൺ. ഓ എവിടെ അതാ പാട്ടുകാരൻ വീണു. വൈകുന്നേരത്ത് നമ്മൾ അധികം വീഡിയോ എടുക്കാനേ ശ്രമിക്കാറില്ല കേട്ടോ. വൈകുന്നേരത്താണ് ഞങ്ങളുടെ വീട്ടില് ഫുള്ള് ബഹളമായിരിക്കും വൈകുന്നേരം. കാര്യം ഭാഗ്യൊക്കെ പിന്നെ തൊണ്ടക്ക് തന്നെ നോക്ക്. കുരുമാറ്റി പഞ്ചസാര ക്യാമറ കണ്ട എന്താ ഒരു ഒതുക്കം കണ്ടില്ലേ? അച്ഛന പഞ്ചസാര ഇടുന്നു. ഓ അച്ഛന പഞ്ചസാര ഇടുന്നു. പാകത്തിനുള്ള പഞ്ചസാര. അങ്ങനെ അവസാനം നാളെ ചായക്ക് പഞ്ചാര ഇല്ലാണ്ട് ആവരുത് കേട്ടോ. ഞാൻ ആ തുള്ളി ഉപ്പൊക്കെ ഇട്ടാ മതിയായിരുന്നാലേ അതിൽ പോണെന്നില്ലെന്ന്. പിന്നെതാ നമ്മുടെ മൂച്ചിയിലേ ആദ്യമായിട്ട് കിട്ടിയ മാങ്ങ കണ്ടോ. നാളെ മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിട്ട് എടുത്തേക്ക് കേട്ടോ. വെള്ളം എന്താ വെള്ളം വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ നിക്കണ്? ഇന്ന് അതിന് അമ്മു അച്ചുമാടെ ഉണ്ടാക്കിയതേ. അമ്മൂന് കുക്കിങ്ങിനോട് താല്പര്യം, അച്ചുവിന് വൃത്തിയാക്കല് ഇഷ്ടം. അച്ചു എവിടെ എന്തെങ്കിലും സാധനങ്ങൾ കണ്ട അച്ചു വൃത്തിയാക്കി ഇടും. അതിന്റെ അടുത്ത് നേരെയാണ് നോക്കാം. ആ പിടിച്ചോട്ടെ. കഴിഞ്ഞോ? ഇതെന്തേ ഉള്ളൂ. നല്ല എന്താ മണമുള്ളതാട്ടോ. ഒന്ന് ഞാൻ വന്നില്ലേ രാവിലെ അമ്മ ഉണ്ടാക്കിയിട്ട് ചെമ്പരത്തി പൂ കൊണ്ടും ഉണ്ടാക്കിയിരുന്നു. അതേപോലെ മൂച്ചിയുടെ ഇലയും കൊണ്ടും ഉണ്ടാക്കിയിരുന്നു. മൂച്ചിയുടെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് മാവിന്റെ ഇലല്ലേ അതിന് എന്നിട്ട് പറയാ. നമ്മളിവിടെ മൂച്ചിയുടെ ഇല എന്ന് പറയുന്നത് മാത്രം. എവിടെ ഒരു പാത്രം എവിടെ വെച്ചിട്ടുണ്ട്? കയ്യാൾക്കാര് പോരല്ലോ. ഒന്ന് കയ്യാള് ഉഷാറാവും. നല്ല വേഗം ഹെൽപ്പർ റെഡിയല്ല. കുടിക്കാനുള്ളവരൊക്കെ റെഡിയാണ്. എന്തായാലും ഹെൽപ്പർ ഒന്നും റെഡി ആയില്ലെങ്കിൽ എന്റെ കളർ അറിയണ്ട. ഒരു ലൈറ്റ് പച്ച കളറാണ് കേട്ടോ. ഇവിടെ പൊന്തിക്കുന്നാലും മനസ്സിലാവും. കുടിച്ചോക്ക് നമ്മുടെ കളറ് വേണമെങ്കിൽ ഒന്നൂടെ കൂട്ടൊക്കെ ചെയ്യാറില്ലേ? കുറച്ചും കൂടി ഇല കൂട്ടിയാ മതി. കുറച്ച് തൂമ്പുള്ളല്ലേ. എന്താ ചെയ്യണ ആർക്കൊക്കെ? ശരി. പൊന്നൂസ് നല്ലതായിട്ട് നോക്ക്. ഇഷ്ടായി? എങ്ങനെ ഡൂത്തേ? സൂപ്പർ. കുഞ്ഞിന് കൊടുക്ക്. എന്താ കുഞ്ഞ് പിന്നെ കൊടുക്കണം കളിക്കുന്നത്? ഓ ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമ്പോ അതൊരു സന്തോഷം തന്നെയാണ്. എങ്ങനെ രാവിലെ കുടിച്ചു നോക്കിയ രാവിലെ കുടിച്ച പോലെ ഇല്ലല്ലോ ഇപ്പൊ. അടിപൊളി. രസല്ലേ? ഞങ്ങള്
ഏട്ടാ എനിക്ക് വേണ്ട എന്റെ സൗണ്ട് പോവും. ഏട്ടാ ക്ലാസ് എടുക്ക്, ഞാൻ വിളിച്ചുതരാം. പൊന്നാ മതിരി തണുത്ത വെള്ളം മതി മതി മതി. രസമുണ്ടോ? ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടായത് കൊണ്ടല്ലേ വരുന്നത്. ഇതാ കുടിച്ചോളി. എനിക്ക് വേണ്ട കേട്ടോ. എന്താ വേണ്ടാത്തെന്നറിയോ? ഒന്നാത് എനിക്കൊരു തുള്ളി വേണ്ട. ഓ തരും. നിക്ക് എന്താ രസാണ് കേട്ടോ. രസമുണ്ട്. പിന്നെതാ മാന്തള മീന് വറുത്തതും ചോറും പിന്നെ പപ്പടം കാച്ചണം കേട്ടോ. പിന്നെ കുറച്ച് തൈരുണ്ട്. തൈര് വേണ്ടവർക്ക് തൈര് കൂട്ടാം. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായി കറികളൊന്നും ഉണ്ടാക്കിയില്ല. മോരുകൂട്ടാനൊക്കെ വെക്കായിരുന്നു. കുട്ടികൾ വൈകുന്നേരത്ത് കഞ്ഞി, കുട്ടികളല്ല ഞങ്ങളൊക്കെ വൈകുന്നേരത്ത് ഇപ്പൊ കഞ്ഞിയാണ് കേട്ടോ അധികം കുടിക്കണത്. എന്താ ഒന്നല്ലെങ്കിൽ പുളിഞ്ചാറോ രസമോ ഒക്കെ എന്ന് വെച്ചാലാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ഒരു ഉഷാറുള്ളൂ. കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ആർക്കും കൂട്ടാം. ഇന്നലെ എന്താ തേങ്ങ ചമ്മന്തിയും കഞ്ഞിയാണ് കുടിച്ചത്. അത് കഴിച്ചപ്പോ സത്യം പറയിച്ച് വയറ് നിറഞ്ഞു അല്ലേ. ഈ കൂട്ടാനൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും എത്രയും നല്ലതാണ്. പറയട്ടെ, 10 and 3 make 13. ഇതിൽ എത്ര ക്ലാസ്സുകൾ ഉണ്ട് എന്ന്? 13. അപ്പൊ എത്ര ക്ലാസ്സുകളുണ്ട്? 13 പറഞ്ഞ എത്രയാണ്? 13 എന്ന് പറഞ്ഞ എത്രയാണ്? 13 എന്ന് പറഞ്ഞ എത്രയാണ്? 13. 14 പറഞ്ഞാലോ? അപ്പൊ ഇതില് 10 കൂടെ 5 കൂട്ടി എത്ര വരിക? 15. എണ്ണ വെള്ളത്തിൽ കളി 50. അതാ ഒരു പണിക്ക് 2 പണി ഉണ്ടാക്കി തന്നു. വെള്ളം നോക്ക്. അത് ഇതെന്ന് പറയണ്ട. വെള്ളം ആരാ കളഞ്ഞ? അവിടെ ആരാ വെള്ളം കളഞ്ഞു? പൊന്നൂസോ? അമ്മ എത്ര കളഞ്ഞ? സുകന്യെ? അപ്പൊ പറഞ്ഞുതരാം. ഈ കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇക്ക് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഇക്ക് നിന്നോട് കളിക്കാൻ നേരല്ല. ഇക്ക് കളിക്കാൻ നേരല്ല. ഇക്ക് പഠിപ്പിക്കണം. കൊല 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 കൊല. ആരവിടെ തൂത്ത്? വെള്ളം കളഞ്ഞതാരാ? ആര്? നീയല്ലേ കളഞ്ഞ്? ഇനി ആകെ 3 പരീക്ഷയുള്ളൂ കേട്ടോ മക്കൾക്ക്. 3 പരീക്ഷയുള്ളൂ. ഇവർക്ക് 2 പരീക്ഷ, കിച്ചൂര് 3 പരീക്ഷയിലടാത്ത. അപ്പൊ ബുധനാഴ്ച പിന്നീട് സ്കൂള് പൂട്ടും. അതുവരെയുള്ള വൈകുന്നേരത്തെ പഠിത്തവും കാര്യങ്ങളും വേണ്ടേ. കുഞ്ഞന് കണക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അവർ ഏത് സമയം ഏത് ബുക്ക് കൊണ്ടുവന്നിരുന്ന അറിയും? കണക്ക് മാത്രം. പിന്നെ കൊണ്ടുവന്നിരുന്ന സംസ്കൃതം. നമുക്ക് പഠിക്കുമ്പോ നമ്മൾ പഠിക്കുന്ന സമയത്ത് മലയാളം പഠിച്ചിട്ട് നമുക്ക് സംസ്കൃതം അറിയില്ല. പക്ഷെ സംസ്കൃതം കൊണ്ടുവന്നിട്ട് ഇതെന്താ ചോദിക്കും. നമ്മളപ്പോ മേപ്പിട്ട് നോക്കും. ഇതെന്താ പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ? സത്യം പറയാച്ചാല് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പക്ഷെ എന്താണ് പഠിച്ചോ? എന്താ റൂം കൂടി അലങ്കോലാക്കിയല്ലോ നിങ്ങള്. സ്കൂൾ വിട്ടിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ പരിപാടി തന്നെയല്ലേ. ബാക്കിയുള്ളവര് പോടെ എന്താ ജ്യൂസ് ഉണ്ടാക്കി ക്ഷീണം മാറി? കയ്യെ പിടിച്ച് എഴുതി കൊടുക്ക്. ക്ഷീണം വേണ്ട, വളരെ പഠിച്ചോ. പെൻസിൽ കൊടുക്ക് കുഞ്ഞിന്. ഇവിടെ കാണും അവിടെ കാണും എല്ലാവരും. വൈകുന്നേരത്ത് നമ്മള് കഴിയണതും വേഗം പണികളും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യൂട്ടോ. കാരണം അപ്പൊ എല്ലാവരും പാടുമ്പോഴാണ് നമ്മുടെ പൊന്നൂസ് ബഹളമായിരിക്കും. ഇവിടെ ഒച്ചയും ബഹളവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പൊ പരീക്ഷ ആയതുകൊണ്ടാണ്. ഇല്ല എന്ന് വെച്ചാല് പാട്ട് പാടുന്നതായിരിക്കും, അച്ചുട്ടി ഡാൻസ് കളിക്കും ഒക്കെ ആയിരിക്കും. നമുക്ക് ഇവരോട് ഒച്ചിട്ട് കടക്കാറാകുമ്പോഴേക്കൊക്കെ സൗണ്ടൊക്കെ പോട്ടോ. കുഞ്ഞുണ്ണി എന്തെങ്കിലും തരികിടകൾ കാണിക്കും. അപ്പൊ അതാ കണ്ടില്ലേ,
അടിച്ചിട്ടും കോരിയിട്ടും നമ്മൾ ചടയ്ക്കൂട്ടോ. കുട്ടികളുള്ളടത്ത് ഇതാ ഇങ്ങനെ വെള്ളം കളയും, അല്ലെങ്കിൽ എന്താ കിട്ടണ എന്ത് സാധനം കാണുന്നു പറഞ്ഞ ചൊക്കെ പൊടിച്ച് കൊലായിക്കൂടെ ഇടുണ്ടാവും. ഈ ബഹളം ഉണക്കമീൻ വറുത്തല്ലേ അപ്പൊ ചട്ടി ഉണ്ടാവുമല്ലോ. ചട്ടിച്ചോറുണ്ടാകുന്ന ചട്ടി അത് മതി. പപ്പടം വേണ്ട. വേണ്ട, എന്തിനാ പപ്പടം ചട്ടിയില്ലപ്പോ? എനിക്ക് തൈര് മതി. രാത്രി തൈര് കൂട്ടാൻ പാടില്ല. രാത്രി തൈര് കൂട്ടാൻ പാടില്ല. അതെ, അമ്മ അല്ലാണ്ട് ഒരു രസമൊന്നും ഇല്ല കേട്ടോ. കൊറേ ദിവസമായി, എത്ര ദിവസമൊക്കെ നമുക്ക് എന്തോ പോലെ തോന്നുന്നു. കാണാൻ പോണം, 2 ദിവസം കഴിയട്ടെ. എന്താ നമുക്ക് എന്തോ പോലെ തോന്നുള്ളൂ. പരീക്ഷ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. പരീക്ഷ കഴിഞ്ഞാലല്ലേ നമുക്ക് എല്ലാവർക്കും അവിടെ ഒന്ന് പോയിട്ട് വരാലോ വിചാരിച്ചിട്ട്. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് പോയാലും കാണാൻ പറ്റും. അമ്മേനെ കാണാൻ പോണ വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ട് പോകാനേ പറ്റും. ഇതാ എന്താ കറിയണേ? എന്തത്തെ ആരെ കാട്ടി? ഉണ്ണിയോ? അമ്മ അടിച്ചോ? അവൻ തല്ലിയോ? അമ്മപ്പോരാ ഞാനിപ്പൊ കാണിച്ചു കൊടുക്കണ്ട. അപ്പൊ എന്നെ വല്ലാണ്ട് വില്ലനായിട്ടുണ്ടാവില്ല. ആ കുട്ടി പൊക്കോട്ടോ. അമ്മപ്പോരടി. ഇതാ അമ്മൂട്ടിക്ക് കുട്ടികൾക്ക് ചമ്മന്തി വേണം അത്ര. അപ്പൊ എന്നാ ചമ്മന്തി അരയ്ക്കാ വിചാരിച്ചിട്ട് തേങ്ങ പൊളിച്ചതുണ്ടായിരുന്നു. ഇവിടെ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അല്ലേ ഒരു ദിവസം മീനോ, ഇന്ന് മീനാച്ച നാളെ ഇറച്ചി, അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇറച്ചി മീനും ഇല്ലാത്ത ദിവസങ്ങളേ ഉണ്ടാവില്ല. അതേപോലെ മുട്ടയും തന്നെ. ഇപ്പൊ നമ്മളൊന്ന് കമ്മിയാക്കിയിരിക്കുകയാണ്. മറ്റേത് ദിവസം അച്ഛനുള്ള സമയത്ത് അച്ഛന് ചോറിനാണെങ്കിൽ മീൻ വേണം. മീനില്ലാണ്ട് അച്ഛൻ കഴിക്കില്ല. എന്നാലും ഇവിടെ ഇപ്പൊ ആഴ്ചയിൽ ചിലപ്പോ 4 ദിവസം 5 ദിവസം ഒക്കെ വാങ്ങുമ്പോ എന്താ കുട്ടികൾക്ക് മീൻകറി ഇഷ്ടമല്ല കേട്ടോ. കറി വെച്ചിട്ടല്ലേ മീൻകറി കൊടുക്കേണ്ടത്. മീൻകറി അങ്ങനെ ഇഷ്ടമല്ല. മീൻ വറുത്തതാണോ എന്ന് വെച്ചാൽ അവർക്ക് നല്ല ഇഷ്ടമാണ് മീൻകറി. ഏട്ടനും സതിയേട്ടനും നമ്മൾ കൂട്ടും. എന്താ ഞങ്ങള് വലിയൊരു കൂട്ടും, പക്ഷെ കുട്ടികൾ കഴിക്കില്ല. അവര് പറയും എന്തിനാ, കിച്ചു പറയും എന്തിനാ മീൻ കൂട്ടാൻ വെച്ച് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും ബഹളം ഉണ്ടാക്കാന്. അപ്പൊ ഇപ്പൊ എന്താ മീനൊക്കെ കുറച്ച് വാങ്ങല് കമ്മിയാക്കിയിട്ടാണ്. എല്ലാം ഇങ്ങനെ വറുത്ത് കഴിക്കുമ്പോ കറി വെച്ചിട്ട് കഴിക്കണ പോലെ ഇല്ലല്ലോ. എപ്പോഴും ഈ വറുത്ത് ഇങ്ങനെ കഴിക്കുമ്പോ പിന്നെ നമ്മള് വീഡിയോക്ക് വേണ്ടിയിട്ടാണോ എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എണ്ണക്കടികൾ ഉണ്ടാക്കണതൊക്കെ കാണിക്കാറില്ലേ, അതൊക്കെ അവര് കഴിക്കണില്ലേ. അപ്പൊ കുറച്ച് കമ്മിയാക്കുകയാണ് കേട്ടോ. വാങ്ങണത് കമ്മിയാക്കുകയാണ്. ഇന്നലെ ഈ മാങ്ങ കണ്ടിട്ടാണ് അമ്മൂട്ടിക്ക് ഇപ്പോ ചമ്മന്തി കൂട്ടാനുള്ള പൂതി. എന്തായാലും ഇനി ചമ്മന്തി അരച്ചിട്ട് തന്നെയുള്ളു ബാക്കി കാര്യം പറഞ്ഞില്ലേ. അരിമുളക്, നമ്മുടെ മാങ്ങ, ചെറിയുള്ളി, ഉപ്പ്, തേങ്ങ, ഇതൊക്കെ പാടെ കൂട്ടി തേങ്ങ, മാങ്ങ, ചെറിയുള്ളി, അരിമുളക്, ഉപ്പ്. അപ്പൊ അരിമുളകൊക്കെ പറിക്കാൻ വേണ്ടി നമ്മൾ തൊടിക്ക് പോയിട്ടോ. എന്തായാലും ഇപ്രാവശ്യത്തെ നമ്മുടെ ആദ്യത്തെ മാങ്ങ ചമ്മന്തിയാണേ. ഇല്ല അല്ലെ, എന്നാള് നമ്മൾ അരച്ചുട്ടോ. അരച്ചു. ഏട്ടൻ പണിക്കോ ഇപ്പൊ ചതഞ്ഞിട്ടേ ഉള്ളൂ. എന്താടി വയ്യെങ്കി അവിടെ പോയി കിടന്നോ. ഇനി അവരുടെ ഒക്കെ കഴിക്കാനൊക്കെ കൊടുത്തേനെ. നീ പൊന്നൂസിന് കഴിക്കാൻ കൊടുത്താ പോരെ, ഈ കഴിച്ച് കിടന്നോന്നാ. സുകന്യെ മാങ്ങച്ചമ്മന്തി. സുകന്യനെ പൂരത്തിന് കൊണ്ടുപോകാണ്ട് സുകന്യയുടെ കെട്ടിയവൻ ഒറ്റയ്ക്ക് പോയി. അതുകൊണ്ട് സുകന്യക്ക് സങ്കടം. എനിക്ക് സങ്കടമൊന്നുമില്ല. അയ്യോ സുകന്യ സുകന്യ കൊണ്ടുപോകാനും മോശമായി. കുടുംബകരം ഉണ്ടാക്കട്ടെ. കൂട്ടുകാരായിട്ട് പോയതല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ലല്ലേ. അല്ലെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഒക്കെ നിങ്ങളുടെ ഇളച്ച എന്നെ കൊണ്ടുപോയിട്ടില്ല. അത് ഞാൻ വാശി പിടിച്ചിട്ട് അവിടെ കമാശയിൽ കുത്തിന് പോയിരുന്നു. വിശാല മനസ്കനായ ആശാനോട് സുകന്യ ക്ഷമിച്ചിരുന്നു. അതാണ് രസം. എന്താണെന്നറിയോ, എനിക്ക് പുറത്തു പോണത് ഇഷ്ടമല്ല, എനിക്ക് ഈ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കണ ഇഷ്ടം. സുകന്യക്ക് പറഞ്ഞ വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ. സുകന്യക്ക് എന്താ ഇഷ്ടം എന്നറിയോ, സുകന്യക്ക് പറവേനെ പോലെ ഇങ്ങനെ പറക്കണം. അതാണ് സുകന്യക്ക്. പിന്നെ ഒരു ജീവിതമുള്ളൂ, അതൊന്നും ആസ്വദിക്കണം. എനിക്ക് ഇഷ്ടമല്ല പോളിസി. പക്ഷെ സുകന്യക്കാണെങ്കിൽ കഷ്ടാലത്തിന് അവിടേക്ക് പോകാനും പറ്റും. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എവിടേക്കെങ്കിലും പോണത്. കുഞ്ഞന്റെ
കഴിക്കല് കഴിഞ്ഞോട്ടോ. ഞാൻ നേരത്തെ അവന് കൊടുത്തിരുന്നു. ഇനി കുഞ്ഞനും കുഞ്ഞുണ്ണിക്കും കുട്ടികൾക്ക് കഴിക്കല് കഴിഞ്ഞവർക്ക് പാല് കൊടുക്കട്ടെ. ബൂസ്റ്റ് വേണ്ട, തുള്ളി മധുരം ഇടുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നാ കുഞ്ഞോ. നമ്മുടെ കുട്ടിക്കും തരുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ബൂസ്റ്റ് ഇട്ടിട്ടാണ് കൊടുക്കല്. ബൂസ്റ്റ് വെറുതെ കഴിക്കും, എവിടെങ്കിലും വെച്ച് അത് കഴിയോളം പിന്നെ ബൂസ്റ്റ് കഴിക്കലാണ്. കിച്ചു ചോറ് തരാം, അപ്പൊ തരാം. ഇവർക്ക് പാല് കൊടുക്കട്ടെ. ഇവര് പപ്പടം കൂട്ടിയിട്ട് നമ്മള് വീഡിയോ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ കഴിച്ചു കേട്ടോ. അത് വീഡിയോ എടുത്തില്ല എന്ന് മാത്രം. കളയാതെ കുടിക്കണം കേട്ടോ. പഞ്ചസാര കൂട്ടിയിട്ട് ഇങ്ങനെ പാല് കുടിക്കാൻ പാടില്ല. അവന് കഴിക്കാൻ കൊടുക്ക്. കഴിക്കാൻ കൊടുത്തിട്ട് കഴിച്ചിട്ടേ കുട്ടിയോള് വേഗം ഉറക്കിക്കളെ. സതിയേട്ടൻ വരുമ്പോഴേക്ക് നേരം വഴുകും. ഓ കോറി പപ്പടം കഴിക്കുന്ന ഒരാള് എന്താ ഇവിടെ കാണിക്കണ? എന്താ കിച്ചു മാന്തം എടുത്തില്ലേ? ഉണക്കമീൻ വേണ്ടടാ. എന്തേ? നല്ല ഉപ്പാണോ? ശരി. അമ്മ എടുത്തില്ലേ? അച്ഛനെടുത്തോ? ഏട്ടാ വീഡിയോ എടുക്കുന്നതിന്റെ മുമ്പേ വിശക്കാണ് പറഞ്ഞിട്ട് ഇവരൊക്കെ കഴിച്ചതാണ്. അച്ചു മാത്രമേ കഴിക്കാത്തുള്ളൂ. ഇവര് രണ്ടുപേരും കഴിച്ച് കുഞ്ഞനും കുഞ്ഞുണ്ണിക്ക് ഞാൻ വാരി കൊടുത്തു. അപ്പൊ അത്ര കഴിച്ചാ മതി. അപ്പൊ അതാ പറയുന്നത്. കഴിച്ചോര് കുഴപ്പമില്ല, ഞാൻ കഴിച്ചില്ലേന്ന് നോക്കി. വേണമെങ്കിൽ പോയെടുത്തോ നാളെ. ഇവരുടെ പാലൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കടന്നുറങ്ങേണ്ട തത്രപ്പാടിലാണ് നമ്മളല്ലേ. ഇനി എന്താ ഒരു മണിക്ക് എനിക്കൊന്നും വേണ്ട. പാല് വാങ്ങാനോ? ഏട്ടാ ഒരു മണിക്ക് നീക്കണ പാല് വാങ്ങാൻ പോവാനേന്ന്. വരവ് നോക്കി അങ്കവട്ടം വരാൻ തുടങ്ങിട്ടോ. നാളെ വരും. അപ്പൊ ഇനി നമ്മളെന്താ ഭക്ഷണം കഴിക്കുക? നമുക്ക് ഊണയിക്കണത് ഇവര് എണീക്കേണ്ട പറ്റില്ല. അപ്പൊ അതിപ്പോ പെടുത്തണമെന്നില്ല. എന്തായാലും പെട്ടല്ലോ. പിന്നെ ഭക്ഷണം കഴിക്കുക, പാത്രം കഴുകുക, വീതന അടിക്കുക, അടുക്കള അടിച്ചൊരു തുടയ്ക്കുക. അതോടെ നമ്മുടെ ഇന്നത്തെ അടുക്കള ക്ലോസ് ആവും. നമ്മുടെ കലാപരിപാടികളും കഴിയും. കലാപരിപാടികൾ കഴിയൊന്നുമില്ല കേട്ടോ. നമുക്ക് കമന്റിന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. കമന്റിന് റിപ്ലൈ കൊടുക്കണം. നെറ്റ് സ്ലോ ആയിട്ട് കൊറേയൊക്കെ നമ്മള് ചെയ്യാൻ പറ്റില്ല. ഒരു പരിപാടി നടന്നില്ല. അപ്പൊ ഇനി ഇവരൊക്കെ ഒന്ന് മെരുക്കി അപ്ലോഡ് ചെയ്യുന്ന കോണിക്കഴി പോയിട്ടാണ് കേട്ടോ നമ്മള് വീഡിയോ ചെയ്തതല്ല, വീഡിയോ കയറ്റിയത്. അപ്പൊ ഇനി വന്നാ ഇവരുടെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് കുറച്ചു നേരം കൂടി ഒന്ന് ഇരുന്ന് പഠിക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഒന്ന് കടക്കുള്ളൂ. അവരുടെ ഒരു ബിഗ് ബോസ് ഉണ്ട്, അത് കുറച്ചു നേരം കാണും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് കടക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. മതി എന്റെ കുട്ടി അങ്ങോട്ട് നിന്നാലും മതി. കാരണവർ എങ്ങനെ ചെയ്യാലും ടാറ്റ കിട്ടിയ പോരെ. എന്റെ കുട്ടി ടാറ്റ തന്നു.